എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം, വെൽക്കം. അപ്പം ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു 7 സിസ്റ്റർ എന്ന് പറഞ്ഞൊരു ക്ലിഫാണ്. ഓൾറെഡി ഞാൻ കുറേ വീഡിയോസൊക്കെ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നമ്മൾ സമ്മർ സീസണിൽ പോയതാണ്. അവിടെ എന്താ പറയുക, ഒരു നമുക്ക് ഭയങ്കരമായിട്ടൊരു നാടൻ ഫീല് തോന്നിക്കുന്നൊരു സ്ഥലമാണ്. UK ആണെന്ന് പറയത്തേയില്ല. UK വന്നിട്ട് എനിക്ക് ഏക പ്ലേസ് ഇഷ്ടമായെന്ന് വെച്ചാൽ ഇത് മാത്രമാണ് കേട്ടോ. നോട്ട് 7 സിസ്റ്റേഴ്സ്. അയ്യോ, ഇത് 7 കുന്നൊന്നും അല്ല, ഇത് ഒരുപാട് കുന്നുകളുണ്ട്. നടന്ന് എൻ്റെ കച്ചവടം തീർന്നു. ഇതാ ക്ലിഫിൻ്റെ ടോപ്പ് പോർഷനാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലിഫൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഭയങ്കര ഭംഗിയാട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നേരിൽ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെ. അതുപോലെ നമുക്ക് കുറേ നടക്കാൻ പറ്റാത്തവർ ആ സൈഡിലോട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ആ കാണുന്ന സ്ഥലത്തിൽ കൂടെ ഒക്കെ ഞങ്ങൾ കറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആ സ്ഥലത്തിൽ കൂടെ ഒക്കെ കറങ്ങി വേറൊരു പ്ലേസിൽ പോയി. നമുക്കറിയില്ല എങ്ങോട്ടൊക്കെ പോകണം, പക്ഷേ ആ ഒരു ഭംഗി കൊണ്ട് നമ്മൾ നടന്നു പോകും. നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, ഇനി എന്താ നെക്സ്റ്റ് എന്താ. അതുപോലെ അവിടെയുള്ളൊരു ബീച്ചെന്ന് പറയുന്ന ആ കല്ലുകളൊക്കെ ഉണ്ടില്ലേ, ആ കല്ലുകളൊക്കെ ഭയങ്കര കളർഫുൾ കല്ലുകളാണ്. ഞാനിങ്ങനെ ബീച്ച് സൈഡിൽ ഇങ്ങനെ ഇത്ര ഭംഗിയുള്ള കല്ലുകൾ ഈ നമ്മൾ വീഡിയോസിൽ ഇല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് റിയൽ ഒരു ഫീല് ഉണ്ടായപ്പം ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 4-5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇങ്ങനെ വഴി തെറ്റിയല്ല, ഇത് ആക്ച്വലി നടക്കാൻ പറ്റുന്നൊരു വഴിയാണ്. ഇത് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ കുറേ നടന്ന് അവസാനം നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി, റോഡ് സൈഡിലെത്തി. അവിടുന്ന് പിന്നെ വീണ്ടും ക്ലിഫിലേക്കുള്ള ഒരു വഴിയിലേക്ക് പിന്നാണ് ഞങ്ങൾ കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതാണോ റൂട്ട് കറക്റ്റ് എന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇത് കാരണം നമ്മൾ ഒരു അരുവി പോലെയുള്ള സ്ഥലത്തിൽ കൂടെ ഒക്കെ വന്ന് ഈ ഒരു പ്ലേസിലെത്തുക. എന്നിട്ടാണ് ഞങ്ങൾ നേരെ ക്ലിഫിലോട്ട് കയറുന്നത്. അതിൻ്റെ മുകളിൽ കയറുമ്പോഴത്തേക്ക് വേറൊരു അറ്റ്മോസ്ഫിയറാണ്, ഭയങ്കര ഭംഗിയാണ്. അപ്പം അങ്ങനെ ഇതൊക്കെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. എന്താ പറയുക, ഒരു പ്രകൃതിയുടെ ഭംഗിയിലെ അങ്ങേയറ്റം എന്നൊക്കെ പറയാം, ഏകദേശം പറയുകയാണെങ്കിൽ. പിന്നെ ഇതെല്ലാം പോകുന്ന വഴിയാണ്. ഈ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയും ഒക്കെ ഉണ്ട്. അതുപോലെ കുറേ മൃഗങ്ങളും എന്താ പറയുക, പക്ഷികൾ, താറാവല്ലല്ലോ, അരയന്നം പോലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു വഴിയിലൊക്കെ. പിന്നെ കുറേ ആളുകളൊക്കെ ഹൈക്ക് ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ ഇങ്ങനെ തളർന്നെന്ന് വെച്ചാൽ ഫുള്ള് കയറാൻ പറ്റാതെ കൊണ്ട് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതാണ് 7 സിസ്റ്റേഴ്സ്, 7 കുന്നുകളാണ്. പിന്നെ ഇതുപോലെ പശുക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് പാല് കിട്ടുന്നത്. നമ്മുടെ കണ്ടം പോലൊക്കെ തോന്നുന്നുണ്ടേ, അല്ലേ? നമ്മുടെ കണ്ടത്തിൽ വെള്ളം പറ്റുമ്പോൾ ഇതുപോലെ കാണുന്നുണ്ട്. ലണ്ടനിൽ വന്നിട്ട് ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഇത് ബ്ലൂബെറി ഒന്നും അല്ല കേട്ടോ, വേറെ എന്തോ ഒരു പഴമാണ്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നൊരു വഴിയാണ്. തിരിച്ച് നമ്മൾ ഇറങ്ങാണ്. അപ്പം എന്താ ഒരു ഹൊറർ മൂഡാണ് കേട്ടോ. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആളുകളൊക്കെ ഭയങ്കര കുറവാണ് ഈ ഒരു റൂട്ട്. ഞാൻ വീഴാനൊക്കെ പോയി. ഞാൻ വലിയ സ്റ്റൈലൊക്കെ കാണിച്ച് നടന്നതാണ്, വീഴാൻ പോയി. അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വീഴാൻ പോയതുകൊണ്ട് പിന്നെ ആരും ഇതങ്ങ് മാറ്റിയതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തായാലും എല്ലാവരും ലണ്ടനിലുള്ളവരൊക്കെ പോയി കാണേണ്ട ഒരു സ്ഥലം കേട്ടോ. ബൈ.